മാസപ്പടി കേസിൽ ഇ ഡിയുടെയും SFIOയുടെയും അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി പുത്രി വീണയ്ക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. വീണയ്ക്ക് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ട്, ആ അക്കൗണ്ടിലേക്ക് SNC ലാവലിൻ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ നിന്നും കോടികൾ എത്തി. ഈ അക്കൗണ്ടിലൂടെ വൻ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുമുണ്ട്. വെളിപ്പെടുത്തലുകൾ ഗുരുതരമാണ്. അതിൻ്റെ ആധികാരികത നമുക്ക് പരിശോധിക്കാം. പരാതിക്കാരൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, BJP വക്താവ് സന്ദീപ് ജി വാര്യ, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. സന്ദീപ് വാര്യ, ഈ വെളിപ്പെടുത്തലിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ സീരിയസ് നേച്ചറിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് ഷോൺ ജോർജ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം തന്നെയായിരുന്നു നേരത്തെയും ഇതിന്റെ പരാതിക്കാരൻ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്വേഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധി തീവെട്ടിക്കൊള്ളകളിലേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടിക്കണക്കിന് രൂപ കേരളത്തിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കുടുംബത്തിന് കൈക്കൂലിയായി ലഭിച്ചു എന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്, മുഖ്യമന്ത്രിയുടെ മകളുടെ വിദേശ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ, അതും സംശയാസ്പദമായിട്ടുള്ള, കേരളം എപ്പോഴും നിഴലിൽ നിർത്തിയിട്ടുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്ന് വന്നു എന്ന് പറയുന്നതിന്റെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം വെളിപ്പെടുത്തേണ്ടത് CPM-ഉം മുഖ്യമന്ത്രിയും തന്നെയാണ്. നോക്കൂ, SNC ലാവലിനും അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും ഒക്കെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനയാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തേണ്ടത്, ഇതിൽ എന്താണ് വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ്. പക്ഷെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും മൗനത്തിന്റെ വാൽമീകത്തിൽ ആണ്ടിരിക്കുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണം നേരിട്ട് മുഖ്യമന്ത്രി കുടുംബത്തിലേക്ക് എത്തിയിട്ടും ഈ നിമിഷം വരെ അക്കാര്യത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബമോ തയ്യാറായിട്ടില്ല എന്നുള്ളത് സംശയം വർദ്ധിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ ഇക്കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് SNC ലാവലിനുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾക്ക് പാത്രീഭൂതനായിട്ടുള്ള ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കോടതിയിൽ വ്യവഹാരങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് SNC ലാവലിന്റെ പേര്, ആ മസാല ബോണ്ട് വിഷയം ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചത് ഞാനാണ്. അന്ന് തന്നെ ഞാൻ അക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. CDPQ എന്ന് പറയുന്ന കനേഡിയൻ പെൻഷൻ കമ്പനിയുമായി SNC ലാവലിനുള്ള ബന്ധം, SNC ലാവലിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള CDPQ എങ്ങനെയാണ് മസാല ബോണ്ട് വാങ്ങിയത് എന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തിനാണ് SNC ലാവലിൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുക്കുന്നത്? എന്ത് സേവനമാണ് SNC ലാവലിന് എക്സാലോജി കമ്പനി നൽകിയിട്ടുള്ളത്? എന്ത് സേവനമാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് എക്സാലോജിക്ക് നൽകുന്നത്, മുഖ്യമന്ത്രിയുടെ മകൾ നൽകുന്നത്? എന്തിനാണ് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി മകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്? ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കട്ടെ. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തേണ്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൗനം, ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ വലിയ മൗനമുണ്ടല്ലോ, ആ മൗനം തന്നെ അവരുടെ കൈകൾ പരിശുദ്ധമല്ല, അവരുടെ മടിയിൽ കനമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്.